നിങ്ങളിപ്പൊ ഈ പറഞ്ഞ കമന്റിലൂടെയും വേറുള്ളതും പുളുത്തി ഉണ്ടാക്കണവള് മാറി എന്റെ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടേ നോക്കിക്കള്ളടി, എനിക്ക് വേണ്ടടി. അപ്പൊ ഏത് ഈ ഷാജിന്റെ കൂടപ്പറപ്പും അല്ല, ഈ കാണുന്ന തള്ളയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. തള്ളന്റെ വീടുണ്ടാവായിരിക്കാം, തള്ളന്റെ മണ്ണുണ്ടാവായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഒരടി അടിച്ചിട്ടില്ലടാ. നീട്ടെ നെഗറ്റീവ് പുല്ലന്മാർക്കുള്ള പുല്ലത്തികളും പുല്ലന്മാർക്കും ഉള്ളതാണ്. കുറെ പുല്ലത്തികൾ ഇറങ്ങിയിട്ട് കുറെ പുല്ലന്മാർ. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ കുറെ എരിഞ്ഞും കൊണ്ടുള്ള പുല്ലത്തികൾ ഇറങ്ങിയിട്ടുണ്ട്. കൊറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, കിരി 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 കിരിന്ന്. ഇല്ല, വെറുതെ കടന്ന് നീ ചലിക്കാന്നല്ലാണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാജിയുടെ തെറിവിയുടെ വീഡിയോ ആണ് മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഷാജി 5 കുട്ടികളുടെ ഉമ്മയാണ് എന്നൊരു സഹതാപം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഷാജിദയെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഷാജിദയുടെ വീഡിയോ ഒക്കെ താഴെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, മുഴുവൻ ഉമ്മാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഷാജിദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകളാണ് വരുന്നത്. അത് ഷാജിദയ്ക്ക് അത്ര പിടിക്കുന്നില്ല. ഷാജി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കമൻ്റ് ഇടുന്ന പുല്ലന്മാർക്കും പുല്ലത്തികൾക്കും അത്രയ്ക്ക് വേദനയുണ്ട് എങ്കിൽ ഈ തള്ളയെ കൊണ്ടങ്ങ് കൊണ്ടുപോയി നോക്കിക്കോ എന്നാണ് ഷാജിദ പറയുന്നത്. സ്വന്തം ഉമ്മാനെ പറ്റിയാണ് പറയുന്നത് എന്നൊരു വിചാരം പോലും ഷാജിദയ്ക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ഷാജിദ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളിപ്പൊ ഈ പറഞ്ഞ കമന്റിലൂടെയും വേറുള്ളതും പുളുത്തി ഉണ്ടാക്കണവള് മാറി എന്റെ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടേ നോക്കിക്കള്ളടി, എനിക്ക് വേണ്ടടി. ഓക്കെ, ഇനി ഷാജി ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഷാജിക്ക് ഒരു വീട് സ്ഥലമാവാണ്ട് ഷാജി ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങില്ല. പിന്നെ തള്ളന്റെ വീടാണ്, എപ്പോ വേണേലും തള്ളക്ക് വരാതിരിക്ക. എങ്ങനെയടി വന്നിരിക്ക? എല്ലാം ഷാജിന്റെ അടി. ഗ്യാസ് അടുപ്പ്, വേറുള്ളത് ബാക്കിയുള്ളത്, വെള്ളം കെട്ടുന്നത്, കറണ്ട് ബില്ല്, അങ്ങനെ കേബിളിന്റെ ബില്ല്, എല്ലാ പണ്ടാറും ഷാജി 2 കൊല്ലമായിട്ട് ചെയ്യുന്നതാടി. 2 കൊല്ലം മുന്നും ഷാജി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏത് ഈ ഷാജിന്റെ കൂടപ്പറപ്പും അല്ല, ഈ കാണുന്ന തള്ളയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. തള്ളന്റെ വീടുണ്ടാവായിരിക്കാം, തള്ളന്റെ മണ്ണുണ്ടാവായിരിക്കാം. പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ തള്ളയെ നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോ എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു തള്ളയെ എനിക്ക് വേണ്ട എന്നും പറയുന്നു. പിന്നെ ഷാജിദക്ക് ഒരു വീടും സ്ഥലവും ശരിയാകുന്നവരെ ഷാജിദ എവിടെ തന്നെ നിൽക്കും. അതിന് ഷാജിദ പറയുന്ന ന്യായമെന്ന് പറയുന്നത് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഷാജിദ വാങ്ങിയതാണ് എന്ന് പറയുന്നു. ഷാജിദ ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഷാജിദ പറയുന്നുണ്ട്, ഈ പഴയ സാധനങ്ങളെല്ലാം ഉമ്മ അവിടുന്നും എല്ലാം കെട്ടിപ്പേറി കൊണ്ടുവന്നതാണ് എന്നും പഴയ കാലത്തുള്ളതാണ് എന്നൊക്കെ പറഞ്ഞത് വാരി വലിച്ച് പുറത്തേക്കെറിയുന്നത് ഷാജിദയാണ്. പിന്നെ ഷാജിദയോട് ഒരു കാര്യം പറയാനുള്ളത്, ആ വീട്ടിൽ ഷാജിദയ്ക്ക് ഇന്ന് 10-30 വയസ്സായി. അപ്പോൾ ഷാജിദ പെറ്റ് ഷാജിദയെ ഈ 18 വയസ്സ് വരെ പോറ്റിയത് എങ്ങനെയാണെന്ന് ഷാജിദ ഒന്ന് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന വീട് ഷാജിദ ഉണ്ടാക്കിയതല്ല എന്ന് ഷാജിദ തന്നെ പറയുന്നുണ്ട്. അത് 100% സത്യമായ ഒരു കാര്യമാണ്. പിന്നെ ഈ വീട് ആരുണ്ടാക്കിയെന്ന് ഷാജിദ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഷാജിദക്ക് മനസ്സിലാവും. സ്വന്തം ഉമ്മ കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും മറുപടി ഉമ്മയും അതുപോലെ തന്നെ ഉമ്മയുടെ ആങ്ങളമാരും ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത വീട്ടിലാണ് ഷാജിദ ഇപ്പോൾ നിൽക്കുന്നത്. ഷാജിദ പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട്. സത്യമാണ്, എല്ലാ കുട്ടികൾക്കും സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ജന്മം തന്ന സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കാൻ ഒരു കുട്ടിക്കും അവകാശമില്ല. ആ ഉമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നീ ചെയ്യേണ്ടത്. ബാക്കി കേൾക്കാം. പിന്നെ എന്റെ തള്ള, എന്റെ കൂടപ്പിറപ്പുകൾ, എന്റെ തള്ള, എടി എന്റെ തള്ള അത്രയ്ക്ക് നല്ലതാവണേടി. ഞാൻ 2 കൊല്ലം എന്റെ തള്ളനോട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമടി, പണിക്ക് പോണ്ട, വീട്ടിലിരിക്കി, എന്റെ മക്കളെ നോക്കിയും വീട്ടിലിരുന്നോളി, ഞാൻ പൈസ കൊടുന്നേരാം, നിങ്ങൾക്ക് എന്താ വേണ്ടത്, സ്വർണ്ണമാണോ വേണ്ടത്, നിങ്ങളുടെ കടമാണോ വീട്ടേണ്ടത്, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാ പറഞ്ഞു. അപ്പൊ എന്റെ തള്ള എന്നാ കുറെ പേര് പറഞ്ഞു, എന്റെ കാമുകന്മാർക്ക് ഏതടി തെളിയിക്കട്ടി തള്ള തെളിയിക്കട്ടെ, ഏത് കാമുകനാടി എന്റെ കൂടെ കിടക്കണ, ഏവനാടി എന്റെ കൂടെ പിടിച്ചടി. എടി വേറുള്ള ആൾക്കാരനടി ഇവിടെ പിടിച്ചിരിക്കണേ. ഷാജിന് ഈ 2 കൊല്ലമായിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരുത്തിനും പിടിച്ചിട്ടില്ലടി. ഷാജിദ പറയാണ്, ഉമ്മയോട് 2 വർഷമായി ഞാൻ പറയുന്നു പണിക്കൊന്നും പോണ്ട, തൊഴിലുറപ്പ് പരിപാടിക്കൊന്നും പോണ്ട, വീട്ടിലിരുന്ന് തൻ്റെ മക്കളെയും നോക്കി ഇവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് ആ തള്ള കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കേൾക്കാത്തത് എന്ന് ഷാജിദ മനസ്സിലാക്കണം. നിൻ്റെ കുട്ടികളെ നോക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് വയറ്റിൽ പേപ്പ് നടക്കില്ല. അതുപോലെ തന്നെ ഇത്രയും കാലം നയിച്ച് അധ്വാനിച്ച് തൊഴിലുറപ്പിനും മറ്റും പോയിട്ടാണ് നിൻ്റെ ഉമ്മ നിങ്ങളെ എല്ലാവരെയും നോക്കിയത്. ഒരു സുപ്രഭാതത്തിൽ നീ അതെല്ലാം നിർത്തി അവിടെ ഇരുന്ന് നിങ്ങൾക്ക് സ്വർണ്ണമാണെങ്കിൽ സ്വർണം വാങ്ങിത്തരാം, കടം വീട്ടണമെങ്കിൽ കടം വീട്ടിത്തരാം, നിങ്ങളിവിടെ ഇരുന്ന് കുട്ടികളെ നോക്കി ഇരുന്നാൽ മതി, എന്നാൽ ഷാജിദക്ക് ചെത്തി നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടക്കുന്നില്ല. അതിനുള്ള ദേഷ്യമാണ് ഷാജിദ പറയുന്നത്. പിന്നെ കാമുകന്മാരുടെ കാര്യം തള്ള പറയുന്നുണ്ടെങ്കിൽ തള്ള തെളിയിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഷാജിദ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഭർത്താവ് മരിച്ച് 6 മാസം തികയുന്നതിന് മുമ്പേ കല്യാണം കഴിക്കാൻ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം റൌഫ് എന്ന് പറയുന്ന സൗദിയിൽ പണിയെടുക്കുന്ന ഒരു ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ട ഒരു ചാറ്റിങ്ങും അതുപോലെ തന്നെ നീ മഹർ വാങ്ങാൻ വേണ്ടി അവിടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയും പ്രശ്നങ്ങളും ഒന്നും ആരും തന്നെ മറന്നിട്ടില്ല. അതിനുശേഷം
നീ ജ്വല്ലറി പോകുന്നു, മഹർ എടുക്കുന്നു, ആ റെക്കോർഡെല്ലാം നീ തന്നെയാണ് പുറത്ത് വിട്ടത്. അതിനുശേഷം നീ റൌഫ് എന്ന് പറയുന്ന ആളെ വിട്ട് ഷറഫ് അലി എന്ന് പറയുന്ന ഒരു പുതിയ കാമുകനെ നീ തിരഞ്ഞെടുക്കുന്നു. ഞങ്ങൾ കല്യാണം കഴിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ഇതാണ് മഹർ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നീ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഇതൊക്കെയാണ് കാമുകന്മാർ. ഇതിലും കൂടുതൽ എന്ത് തെളിവാണ് നിനക്ക് തരേണ്ടത്? ബാക്കി കേൾക്കാം. പിടിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറയടി. അതുപോലെ തന്നെ എന്റെ കൂടെ വളക്ക് പിടിക്കാൻ വരുന്നവളമാരല്ലല്ലോ നിങ്ങൾ, ഇല്ലേ? അല്ലല്ലോ അല്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഷാജി ഉമ്മ എന്താ ഷാജിന്റെ അഫയർ പിടിച്ചു, ഷാജിന്റെ എടി അതിന് നിനക്ക് എന്താടി നഷ്ടം? എന്റെ തള്ളന്റെ അടുത്ത് ഞാൻ പറഞ്ഞടി എനിക്ക് കാവലിരിക്കാൻ. എന്റെ തള്ള ഈ 2 കൊല്ലമായിട്ട് ഇവിടെ എവിടെയെങ്കിലും കേറ്റി ഞാൻ കടത്തണ കണ്ടെങ്കിൽ പറയട്ടടി, ഇങ്ങട് പറയട്ടടി. ആരെ അടി അതിന്റെ മുന്നേ ആരനെ കയറ്റി ആരൊക്കെ കയറ്റി കടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാടി. ആ ചരിത്രം ഒന്നും ആരും വിളമ്പണ്ടടി. അത് എന്നെ കൊണ്ട് വിളമ്പിക്കണ്ടടി നിങ്ങളൊന്നും. ഓക്കെ, ഈ കമന്റ് ഇടുന്നത് ആരാണ്, ഈ മെസ്സേജ് ഇടുന്നത് ആരാന്നൊക്കെ എനിക്ക് ഫേക്ക് ഐഡിയ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവടി. ഞാൻ ചോറാടി തിന്നണത്. നിങ്ങളെ പോലെ കക്കൂസിനുള്ളത് സാധനം അല്ലടി ഞാൻ തിന്നണത്. ഞാൻ അന്തസ്സായി ചോറാടി തിന്നണത്. ഓക്കെ, അപ്പൊ ഷാജി അവന്റെ കൂടെ കിടന്ന് എവന്റെ കൂടെ അഫയർ വെച്ചിരിക്കണേ. എവന്റെ കൂടെ എന്താണ് ഷാജിന്റെ കാമുകന് വേണ്ടിയിട്ട് തള്ള സപ്പോർട്ട് നിൽക്കാത്തതുകൊണ്ട് തള്ളനെ അടിച്ച് പുറത്താക്കി. എടി തള്ള ഇറങ്ങി പോയതാടി. 2:30-3 മണിക്ക് തള്ള ഇറങ്ങി പോയതാടി. ഞാൻ ഒരു തള്ളനെ ഇറക്കി പോയത്. തള്ളന്റെ വീട് തള്ളക്ക് എപ്പോ വേണമെങ്കിൽ വരാം, എപ്പോ വേണമെങ്കിൽ പോവാ. തള്ളേനടി ഇവിടുത്തെ സാധനങ്ങൾ അത്രയും എടുത്തുകൊണ്ടേത്. ടാങ്ക് മാത്രം ഏറ്റാൻ പറ്റില്ല. കാരണം എന്താണ്, ടാങ്ക് വെള്ള ടാങ്ക് ആയതുകൊണ്ട്, വലിയ ടാങ്ക് ആയതുകൊണ്ട് അത് മാത്രം ഏറ്റാൻ പറ്റില്ല. അത്രയും പാത്രങ്ങൾ, അത്രയും സാധനങ്ങൾ, അത്രയും ഡപ്പകള് എന്തൊക്കെ ഉണ്ടോ എല്ലാം പെറുക്കി കൂട്ടി പോയത് ആ തള്ളയടി, ഞാനല്ലടി. ഓക്കെ, അപ്പൊ എന്നെ പറയണ്ടടി. എനിക്ക് എന്റെ മക്കൾക്കും എനിക്കൊരു വീട് സ്ഥലം ആവുന്നേരം ഞാൻ ഇവിടെ ജീവിക്കോടി. അതെന്റെ അവകാശാടി. ഞാനല്ല, മറ്റു ചിലരാണ് ഇവിടെ പല ആൾക്കാരെയും കയറ്റി കുത്തിരിപ്പിച്ചത്. അതെല്ലാം ഞാൻ പുറത്ത് പറയണോ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഷാജിദ. നീ എന്ത് വിവരങ്ങൾ പുറത്ത് പറഞ്ഞാലും നാറാൻ പോകുന്നത് നീ തന്നെയാണ്, നിന്റെ കുടുംബമാണ്. ആ ഒരു ചിന്തയെങ്കിലും നിനക്ക് വേണം. നീ ഉമ്മാനെ നാറ്റിക്കുന്നത് കൊണ്ട് ആരാണ് നാറുന്നത് എന്നാണ് നീ കരുതുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നിന്റെ ഉമ്മാനെ പറ്റി നീ ഒരുപാട് വൃത്തികേടുകളും അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്ത് മോശമായി പോകുന്നത് ഞങ്ങളോ ഈ കാണുന്ന ജനങ്ങളോ ഒന്നുമല്ല എന്നുള്ളൊരു സത്യമെങ്കിലും നീ മനസ്സിലാക്കണം. നീ മാത്രമാണ് അവിടെ നാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വീട്ടിലുള്ള സാധനങ്ങളും ഇതെല്ലാം നിന്റെ പൈസക്ക് വാങ്ങിയതാണ്. ഈ രായ്ക്ക് രാമായണം പറയുന്നത് 2 കൊല്ലമായിട്ട് കറണ്ടിൻ്റെ പൈസ നീയാണ് അടിക്കുന്നത് എന്ന് നീ പറയുന്നു. ഈ 2 വർഷം മുന്നേ നീ കറണ്ടില്ലാത്ത വീട്ടിലല്ല ജനിച്ച് വളർന്നത് സാജിദ. അന്നും അവിടെ കറണ്ട് ഉണ്ടായിരുന്നു. ആ കറണ്ടിൻ്റെ പൈസയൊക്കെ ഉമ്മയാണ്, സ്വന്തം ഉമ്മ. വാപ്പയില്ലാത്ത നീ ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങളെ പോറ്റിയത്, എങ്ങനെയാണ് കറണ്ടിൻ്റെ പൈസ അടിച്ചതെല്ലാം നീ അന്വേഷിക്കണം. 2 വർഷമായിട്ടേ ഉള്ളൂ ഷാജിദ നീ അടിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ ഇതെല്ലാം ചെയ്തു തന്നത് നിന്റെ ഉമ്മയാണ് എന്നൊരു ബോധ്യം നിനക്ക് വേണം. അതുകൊണ്ട് ഞാൻ ഒരടി അടിച്ചിട്ടില്ലടാ. നീ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടാണ് കമന്റ് ഇടണെന്ന് വെച്ചാൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ലടാ പുല്ലേ. അങ്ങനെ നിൽക്കട്ടെ. നെഗറ്റീവ് പുല്ലന്മാർക്കുള്ള പുല്ലത്തികളും പുല്ലന്മാർക്കും ഉള്ളതാണ്. കുറെ പുല്ലത്തികളും ഇറങ്ങിയിട്ട് കുറെ പുല്ലന്മാർ. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ കുറെ എരിഞ്ഞും കൊണ്ടുള്ള പുല്ലത്തികൾ ഇറങ്ങിയിട്ടുണ്ട്. കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കിരി 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 കിരിന്ന്. എന്തിനാടി നിങ്ങൾക്ക് ഇത്ര അസൂയ? നിങ്ങളെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. വീട്ടിലെ അടുക്കള പണി മാത്രമല്ലടി, വേറുള്ള പണികളും ചെയ്യടി. പണിയെടുക്കുന്നടി, പുറത്തിറങ്ങുന്നടി. നിങ്ങൾക്കും ആവാടി. യൂട്യൂബ് തുടങ്ങടി, ഇൻസ്റ്റഗ്രാം തുടങ്ങടി, റീൽസ് ചെയ്യടി, യൂട്യൂബിൽ വീഡിയോ ഇടടി. അതുപോലെ തന്നെ പുറത്തിറങ്ങി നിങ്ങൾ സഞ്ചരിക്കടി. ആരടി വേണ്ട പറഞ്ഞ് ഒരു കാര്യമില്ല. വെറുതെ കടന്ന് നീ ചലിക്കാന്നല്ലാണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ഷാജി പറയുകയാണ്, ഈ കമന്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട്, ചില ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പിരിപിരിപ്പാണ് എന്ന് പറയുന്നത്. പുരയിലുള്ള പെണ്ണുങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തതിലെ ദേഷ്യവും അമർഷവും കാരണമാണ് ഷാജിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും കമൻറ്റുകൾ എഴുതുന്നതും എന്നാണ് ഷാജിദ പറയുന്നത്. അത്രയ്ക്ക് പ്രശസ്തയായ ഒരു വ്യക്തിയാണ് ഈ ഷാജിദ എന്നാണ് ഷാജിദ സ്വന്തം തന്നെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഇവൾക്ക് ഈ യൂട്യൂബിൽ ഒരു 2 ലക്ഷം സബ്സ്ക്രൈബറും അതുപോലെ തന്നെ കുറച്ച് ക്രീമിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ കുറച്ച് മാക്സി ബിസിനസ്സും എല്ലാം അങ്ങോട്ട് പ്രൗഡായപ്പോൾ തീർച്ചയായിട്ടും ഇനി എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല, ഞാനാണ് വലിയവൾ എന്നുള്ള ഒരു വിചാരം ഷാജിദയെ വല്ലാതെ അങ്ങ് പിടിപെട്ട് പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഷാജിദയോട് നമുക്ക് പറയാനുള്ളത്, ഇതിലും വലിയ യൂട്യൂബേഴ്സ്, ഇതിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സ് പരാജയപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിതൊന്നും കണ്ട് അഹങ്കരിക്കാൻ പാടില്ല. ഇതൊക്കെ പടച്ചോൻ നിനക്ക് തരുന്ന ഒരു പരീക്ഷണം മാത്രമാണ്.
ഇതിൽ നിനക്ക് ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ നീ പരാജയപ്പെടാം. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി സാധിക്കും. നിൻ്റെ 5 മക്കളുടെ ഒരു പ്രാർത്ഥന, നീ ഇപ്പോഴും പറയുന്ന യത്തീം മക്കളുടെ ആ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നിനക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലാതെ നീ ചെയ്യുന്ന ചെറ്റത്തരവും, നീ ഉമ്മാനെ പറയുന്ന ഈ തെറിയും, നിൻ്റെ കുടുംബക്കാരെ നീ പറയുന്ന ഈ തെറിയും, ഈ അയൽവാസി മരിച്ചപ്പോൾ നീ ചെയ്ത ഈ ഡാൻസും പാട്ടും കൂത്തും ഇതൊക്കെ പടച്ചവൻ കാണുന്നുണ്ട് എന്നൊരു വിചാരമെങ്കിലും നിനക്ക് വേണം. അപ്പോൾ എന്നെങ്കിലും ഇതിനെല്ലാമുള്ള ഒരു തിരിച്ചടിയും ഇതിനുള്ളൊരു മറുപടിയും നിനക്ക് തന്നെ വന്നു ചേരും. അതിൻ്റെ മുന്നേ നീ അത് തിരുത്തി നല്ലോട്ട് പോയാൽ നിനക്ക് മാത്രമാണ് നല്ലത്, അതുപോലെ തന്നെ നിൻ്റെ കുട്ടികൾക്കും. അല്ലാതെ ഈ കാണുന്ന നാട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് നീ മനസ്സിലാക്കണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.